നിങ്ങളിൽ എത്ര പേർ കൃത്യമായിട്ട് എല്ലാ ദിവസവും ജേർണലിംഗ് ചെയ്യാറുണ്ട് എന്ന് എനിക്കറിയില്ല. പക്ഷേ ഞാൻ സ്ഥിരമായിട്ട് ചെയ്യുന്ന ഒരു പരിപാടിയാണ് ഈ ജേർണലിംഗ്. ജേർണലിംഗ് ഞാൻ കുട്ടിക്കാലം തൊട്ടേ ചെറിയ കുഞ്ഞു കുഞ്ഞു ഡയറി കുറിപ്പുകളൊക്കെ എഴുതിയിരുന്നു. അത് ഇങ്ങനെ സ്ഥിരമായിട്ടല്ല എല്ലാ ദിവസേന എഴുതുന്ന ഒരു സ്വഭാവം അന്ന് ഉണ്ടായിരുന്നില്ല. തോന്നുമ്പോഴൊക്കെ കുറിച്ചിടുന്ന ഒരു സ്വഭാവമായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷെ അതെന്നെ ഒരുപാട് എൻ്റെ ചിന്തകൾക്ക് ഒരു ക്ലാരിറ്റി നൽകാൻ ഒരുപാട് അതെന്നെ സഹായിച്ചിട്ടുണ്ട്. അതുപോലെ എഴുതി എഴുതി വരുമ്പോഴത്തേക്കും എഴുത്തിന് ഇത്തിരി ഭംഗി കൂട്ടണം എന്നൊക്കെ നമുക്ക് തോന്നും. അങ്ങനെ എഴുത്തിന്റെ ഒരു ചന്തം കൂട്ടാനും അതെന്നെ സഹായിച്ചിട്ടുണ്ട്. ഇപ്പോഴും ഞാൻ തുടരുന്ന ഒരു ഹാബിറ്റാണ് ജേർണലിംഗ് എന്ന് പറയുന്നത്. അതിന്റെ ഭംഗി പുസ്തകത്തിന്റെ ഭംഗിയോ അല്ലെങ്കിൽ പുസ്തകത്തിലെ എന്തെങ്കിലും സ്റ്റിക്കേഴ്സ് ഒക്കെ ഒട്ടിച്ച് അതിനെ ഭംഗിയാക്കാനോ ഒന്നും മെനക്കെടാറില്ല. എനിക്ക് അതിലുമൊക്കെ ഇഷ്ടം എൻ്റെ മനസ്സ് താളിലേക്ക് പകർത്തി കഴിയുമ്പോൾ എനിക്ക് കിട്ടുന്ന ഒരു സമാധാനം അല്ലെങ്കിൽ ഒരു സന്തോഷം അതാണ്. അതിനു വേണ്ടിയാണ് ഞാൻ ജേർണലിംഗ് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ ഡയറിയിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പേജ് എടുത്തിട്ട് അങ്ങനെ അങ്ങ് കുറിക്കുക എന്നുള്ളതാണ്. മനസ്സിൽ തോന്നുന്ന കാര്യങ്ങൾ എഴുതി വെക്കുക എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ജേർണലിംഗ്. ഞാൻ മനസ്സിലാക്കുന്നത് ഈ ജേർണലിംഗിന് അങ്ങനെ പ്രത്യേകിച്ച് റൂൾസ് ഒന്നും ഇല്ല. അതായത് ഇന്നതുപോലെ ചെയ്യണം, ഇങ്ങനെ തന്നെ ഇവിടെ ഡേറ്റ് ഇടണം, ഇവിടെ ടൈം എഴുതണം, എന്നിട്ട് ഇങ്ങനത്തെ ഒരു സല്യൂട്ടേഷൻ കൊടുക്കണം, അങ്ങനെ മാർക്ക് കിട്ടാനൊന്നും അല്ലല്ലോ, പരീക്ഷയിൽ മാർക്ക് കിട്ടാനൊന്നും അല്ലല്ലോ നമ്മൾ ജേർണലിംഗ് ചെയ്യുന്നത്. നമ്മുടെ മനസ്സിലുള്ളത് എന്താണോ അതൊന്ന് വെൻഡ് ഔട്ട് ചെയ്യുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും ജേർണലിംഗിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് നമുക്ക് മനസ്സിലുള്ളത് അതുപോലെ ഒരു മനുഷ്യനോടും പറയാൻ പറ്റില്ല. അത് ഒരു യാഥാർത്ഥ്യമാണ്. പക്ഷെ ഇത് പുറത്ത് നമ്മുടെ മനസ്സിൽ തന്നെ ഇങ്ങനെ കിടന്ന് ഉരുകുന്നതിലും നല്ലത് അതൊന്ന് വെൻഡ് ഔട്ട് ചെയ്യുന്നത് തന്നെയാണ്. ഒന്ന് പുറത്തേക്ക് ആ കാര്യങ്ങളൊക്കെ ഒന്ന് കുടഞ്ഞിടുന്നത് തന്നെയാണ് നല്ലതെന്ന് തോന്നുന്നു. അപ്പൊ അതുകൊണ്ട് ശരിക്കും ജേർണലിങ്ങിന് അതിൻ്റെതായിട്ടുള്ള ഒത്തിരി ബെനിഫിറ്റ്സ് ഉണ്ട്. അതിന്റെ ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ കുഞ്ഞ് വീഡിയോയിൽ തീർക്കാൻ പറ്റില്ല. എങ്കിലും ഞാൻ പറയാണ്, ഒരു ഒരു ദിവസം ഒരു പ്രാവശ്യമെങ്കിലും ഒരു ജേർണലിംഗ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ തോട്ട്സ് ഒരു പുസ്തകത്തിൽ എഴുതിയിടുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ഫോണിൽ തന്നെ നമ്മുടെ വാട്സപ്പിൽ നമ്മൾ മാത്രമുള്ള ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുക, എന്നിട്ട് നമ്മുടെ തോട്ട്സ് എഴുതി വെക്കുന്നത് ഒത്തിരി നന്നായിരിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ കുറച്ചും കൂടെ ആ തോട്ട്സിന് ഒരു ക്ലാരിറ്റി കിട്ടും. നമുക്ക് ചിലപ്പം വെറുതെ ഒരു ബന്ധമില്ലാത്ത കാര്യങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ ചിന്തിച്ച് വെറുതെ വിഷമിച്ച് ഒരുപാട് സമയം കളയുന്ന സാഹചര്യങ്ങൾ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടാവും. അപ്പൊ അങ്ങനത്തെ സാഹചര്യങ്ങളിലൊക്കെ ചിലപ്പോൾ നമുക്കത് ചിന്തിക്കുമ്പോൾ ആ ഒരു തോട്ടിനെ ഒന്ന് അനലൈസ് ചെയ്യാനൊന്നും പറ്റിയെന്ന് വരില്ല. പക്ഷെ ഒന്ന് എഴുതുമ്പോൾ കുറച്ചും കൂടെ കൃത്യമായിട്ട് നമുക്ക് അതിനെ അനലൈസ് ചെയ്യാൻ പറ്റും. ഇത് റെലവെന്റ് ആണോ, ഇതിൽ വല്ല കാര്യം ഉണ്ടോ എന്നൊക്കെ കുറച്ചും കൂടെ ക്ലിയർ ആക്കാൻ നമുക്ക് സാധിക്കും. അപ്പൊ മനസ്സിൽ അങ്ങനെ ഭയങ്കര ഇമോഷൻസ് വരുമ്പോൾ, സങ്കടം, ദേഷ്യം, നിരാശ, കുറ്റബോധം ഒക്കെ വരുമ്പോൾ എനിക്ക് തോന്നുന്നു ഈ തോട്ട്സ് നമ്മളൊന്ന് എഴുതി വെച്ചാൽ, അതുപോലെ ഈ ഒരു ഒരു ദിവസത്തെ നമ്മുടെ കാര്യങ്ങളൊന്ന് അനലൈസ് ചെയ്യാനായിട്ട് സ്വയം ഒന്ന് ഒരു പുസ്തകത്തിൽ അത് കുറിച്ച് വെച്ചാൽ ഒക്കെ നമുക്ക് ഒരുപാട് റിലീഫ് കിട്ടും.